ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. DLED അഡ്മിഷൻ 2025 ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് DLED ഗവൺമെൻറ് എയ്ഡഡിൻ്റെയും സെൽഫ് ഫിനാൻസിൻ്റെയും ലാംഗ്വേജ് കോഴ്സിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റ് കോട്ടയുടെയൊക്കെ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് DLED ഗവൺമെൻറ് എയ്ഡഡിലേക്ക് നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോഴുള്ള ഡീറ്റെയിൽസും അതെങ്ങനെയാണ് അപേക്ഷ ഫോം ഫില്ല് ചെയ്യേണ്ടത്, അതുപോലെ എയ്ഡഡ് മൈനോറിറ്റി കോളേജുകളുടെ ഡീറ്റെയിൽസ്, പിന്നെ നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സുകളാണ് കരുതേണ്ടതെന്നുള്ളത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം. ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ DLEDന് തുടർന്നുള്ള ഓരോ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പം സെൽഫ് ഫിനാൻസിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തു അതിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ ലാംഗ്വേജ് കോഴ്സുകളുടെ ഡീറ്റെയിൽസും അടങ്ങുന്ന മറ്റൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, 2025-27 അധ്യയന വർഷത്തെ ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ കോഴ്സിന് ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനങ്ങളിലേക്ക് താഴെ പറയുന്ന യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു എന്നുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ശേഷം നെക്സ്റ്റ് പേജിൽ ഡൗൺലോഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, നമുക്കപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇനി നോക്കാം. അപ്പം ഈ ഒരു DLEDൻ്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് +2 ആണ്. +2ന് 50% മാർക്കിൽ പാസ്സായിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ +2 അല്ലെങ്കിൽ അതിന് തത്തുല്യമായിട്ട് കേരള സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പരീക്ഷ പാസ്സായവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പിന്നെ ആകെയുള്ള സീറ്റുകളിൽ സയൻസ് വിഭാഗത്തിന് 40%, അതായത് ഇപ്പോൾ ഒരു കോളേജിൽ എത്ര സീറ്റുണ്ടോ ആ ഒരു സീറ്റിൽ 40% സയൻസ് വിഭാഗക്കാർക്കാണ്, 40% ഹ്യൂമാനിറ്റീസ് വിഭാഗക്കാർക്കും 20% കൊമേഴ്സ് വിഭാഗക്കാർക്കുമാണ് വരുന്നത്. ഇനിയും യോഗ്യത പരീക്ഷ പാസ്സാകാൻ 3 ചാൻസിൽ കൂടുതൽ എടുത്തിട്ടുള്ളവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. അപ്പം +2ന് 3 ചാൻസിൽ കൂടുതൽ എടുത്ത് പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. പിന്നെ പറയുന്നത് മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് യോഗ്യതാ പരീക്ഷയ്ക്ക് നിശ്ചയിച്ച മാർക്കിൽ 5% ഇളവുണ്ട്. അതായത് ഇപ്പോൾ OBC വിഭാഗമാണെങ്കിൽ ഇപ്പം 45% മാർക്കുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. SC/ST വിഭാഗക്കാർക്ക് ചാൻസോ അല്ലെങ്കിൽ മാർഗോ ഒന്നും ബാധകമല്ല, നിങ്ങൾ ജസ്റ്റ് പാസ്സായാൽ മതി. ഓക്കെ, ഇനി അടുത്തത് വയസ്സാണ്. 17 വയസ്സിൽ കുറവുള്ളവരും 33 വയസ്സിൽ കൂടുതലുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കില്ല. അപ്പോൾ 17 വയസ്സ് മുതൽ 33 വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അതിൽ തന്നെ SC/ST വിഭാഗത്തിനും ഭിന്നശേഷി വിഭാഗത്തിനും 5 വർഷം വയസ്സിളവുണ്ട്. 38 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. OBC വിഭാഗമാണെങ്കിൽ 36 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി സ്പോർട്സ് കോട്ടയിലേക്ക് അപേക്ഷിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, സ്പോർട്സ് കോട്ടയിൽ സംസ്ഥാനത്തെ എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഓരോ സീറ്റ് വീതം സ്പോർട്സ് താരങ്ങൾക്കായി നീക്കിവെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമും സ്പോർട്സ് സർട്ടിഫിക്കറ്റും എല്ലാം നിങ്ങളുടെ സ്പോർട്സ് കൗൺസിലിനാണ് അയച്ചു കൊടുക്കേണ്ടത്. അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ അതത് ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടറോട് അയച്ചു കൊടുക്കാൻ വേണ്ടത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, എയ്ഡഡ് മൈനോറിറ്റി കോളേജുകളിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, അവിടെ 50% മെറിറ്റ് സീറ്റ് ഉണ്ട്. പിന്നെ 50% അതത് മൈനോറിറ്റിയിൽ വരുന്നവർക്ക് വേണ്ടിയാണ് അവർ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ വരുന്ന ഒരു കോളേജ് ആണെങ്കിൽ അവിടെ 50% മെറിറ്റ് സീറ്റാണ്, എല്ലാവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ബാക്കി 50% അതത് മൈനോറിറ്റി, ഇപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയായിരിക്കും അതവിടെ നീക്കി വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളവർ, അതായത് 50% മെറിറ്റ് സീറ്റിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അതത് TTIകളുമായിട്ടാണ് നിങ്ങൾ ബന്ധപ്പെടേണ്ടത്. ശേഷം അവിടെ നിന്നായിരിക്കും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം തരുന്നത്. ഓക്കെ, നോർമലി അങ്ങനെയാണ്. നമ്മൾ ഇപ്പോൾ ഈ ഒരു, അതായത് നമ്മുടെ ഇപ്പോൾ ഗവൺമെൻറ് എയ്ഡഡിൻ്റെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം അല്ല അവിടെ കൊടുക്കേണ്ടത്, അതത് TTIകളിൽ നിന്നും നിങ്ങൾ നേരിട്ട് പോയിട്ട് ആപ്ലിക്കേഷൻ ഫോം വാങ്ങിയിട്ട് നിങ്ങളത് ഫില്ല് ചെയ്തിട്ട് അവിടെ കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ആ ഒരു രീതിയിലാണ് അവിടുത്തെ വരുന്നത്. അതിൻ്റെ ഒരു കോപ്പി നിങ്ങൾ അതത് ജില്ലയിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടർ, അതായത് DD ഓഫീസിലേക്ക് കൂടി നിങ്ങൾ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, ഈ ഒരു എയ്ഡഡ് മൈനോറിറ്റിയിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ DD ഓഫീസിലേക്ക് അപേക്ഷ കൊടുത്താൽ അത് സ്വീകരിക്കില്ല. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അത് അതത് TTIകളിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാരണം എയ്ഡഡ് മൈനോറിറ്റി കോളേജുകളുടെ റാങ്ക് ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ അതത് കോളേജുകൾ തന്നെയാണ് അത് പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ടവർക്ക് അത് അങ്ങനെ അപേക്ഷ കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ 11/8/2025 വൈകുന്നേരം 5 മണി വരെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡേറ്റ് വരെ 11-ാം തീയതി വരെ നോക്കിയിരിക്കാതെ അതിന് മുൻപേ തന്നെ ഒരു 8-ാം തീയതി 9-ാം തീയതി ഒക്കെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം അതത് DD ഓഫീസിൽ എത്തത്തക്ക വിധം നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ഫോം അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം പോസ്റ്റലായിട്ടോ അതല്ലെങ്കിൽ നേരിട്ട് കൊണ്ട് DD ഓഫീസിൽ കൊടുക്കുകയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ സൗകര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. പിന്നെ പറയുന്നുണ്ട്, അപേക്ഷ നിങ്ങൾ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ +2 സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങളെടുത്ത മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പി നിങ്ങൾ വെച്ചാലും മതിയെന്ന് പറയുന്നുണ്ട്.
ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ അപേക്ഷ അയക്കുന്ന രീതിയാണ്. ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലേക്ക് നിങ്ങളുടെ അപേക്ഷാ ഫീസ് എന്ന് പറയുന്നത് 5 രൂപയാണ്. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, 5 രൂപയുടെ ഒരു കോഡ് ഫീസ് സ്റ്റാമ്പ് നിങ്ങൾ വാങ്ങിച്ചിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ ഒട്ടിക്കുക. ഓക്കെ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു അക്കൗണ്ട് ഹെഡ് കൊടുത്തിട്ടുണ്ട് 020201102970 അതർ റിസീപ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ഹെഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ട്രഷറിയിൽ പോയിട്ട് 5 രൂപയുടെ ചെലാൻ എടുക്കുക. ഓക്കെ, എന്നിട്ട് ആ ഒരു ചെലാൻ റെസീപ്റ്റ് നിങ്ങൾ ഈ ഒരു അപേക്ഷയോടൊപ്പം വെച്ച് നിങ്ങൾ അയക്കുക. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഒന്നെങ്കിൽ 5 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് ഒട്ടിക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 5 രൂപയുടെ ചെലാൻ ട്രഷറിൽ നിന്ന് എടുത്തിട്ട് ആ ഒരു റെസീപ്റ്റ് ഇതോടൊപ്പം വെക്കുക. നിങ്ങൾക്ക് 5 രൂപയുടെ ഒരു സ്റ്റാമ്പോ അല്ലെങ്കിൽ 1 രൂപയുടെ 5 സ്റ്റാമ്പോ അതല്ലെങ്കിൽ 2 രൂപയുടെ 2 സ്റ്റാമ്പ് 1 രൂപയുടെ 1 സ്റ്റാമ്പ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഒട്ടിക്കാം. പക്ഷേ 5 രൂപയുടെ സ്റ്റാമ്പ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയുന്നത് അതത് കോളേജുകളുമായിട്ടാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഏത് കോളേജാണോ നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോളേജുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് സീറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഒക്കെ സീറ്റ് ഒരുമാതിരി ഫില്ലായിട്ടുണ്ടാവും. പിന്നെ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഡൊണേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ അതത് കോളേജുകളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. പിന്നെ ഇവിടെ പറയുന്നത് കന്നഡ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളിലേക്ക് അപേക്ഷകൾ കാസർഗോഡ് വിദ്യാഭ്യാസ ഉപഡയറക്ടർക്കും തമിഴ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളിലേക്ക് അപേക്ഷകൾ പാലക്കാട്, ഇടുക്കി എന്നീ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർക്കും ഇംഗ്ലീഷ് മീഡിയത്തിലേക്കുള്ള അപേക്ഷകൾ തിരുവനന്തപുരം, കൊല്ലം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ എന്നീ വിദ്യാഭ്യാസ ഉപഡയറക്ടർമാർക്കുമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ ഓരോ വിഭാഗക്കാരും ഈ പറയുന്ന ജില്ലകളിലേക്കാണ് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്. ഓക്കെ, പിന്നെ പറയുന്നത് ഈ വർഷത്തെ പ്രവേശന നടപടികളെല്ലാം തന്നെ ആഗസ്റ്റ് 25-നകം പൂർത്തീകരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഉടനെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സും ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണെന്ന് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന ടൈമിൽ പറയാം. ഓക്കെ, അപ്പോൾ ഇവിടെ 9, 10, 11 പേജുകളിലാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ഉള്ളത്. അപ്പോൾ ഈ ഒരു ഫോം നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് ഇതിൽ തന്നെ പൂരിപ്പിച്ച് നിങ്ങൾ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് നോക്കാം. ഇത് ഗവൺമെൻറ് എയ്ഡഡിൻ്റെ ആണ്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ പ്രവേശനം നേടുവാൻ ആഗ്രഹിക്കുന്ന റവന്യൂ ജില്ല. അപ്പം നിങ്ങളിപ്പം ഏത് ജില്ലയിലാണോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ജില്ലയാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇപ്പം നിങ്ങൾ താമസിക്കുന്ന തിരുവനന്തപുരം ജില്ലയാണ്, നിങ്ങൾക്ക് ആ ഒരു തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അപേക്ഷിക്കണം എന്നൊരു നിർബന്ധവുമില്ല. മറ്റ് 13 ജില്ലയിൽ ഏത് ജില്ലയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഒരൊറ്റ ജില്ലയിൽ മാത്രമേ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒന്നിൽ കൂടുതൽ ജില്ലകളിലേക്ക് നിങ്ങൾ അയച്ചാൽ നിങ്ങളുടെ അപേക്ഷ ക്യാൻസലായി പോകും, റിജക്റ്റ് ആവുന്നതാണ്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തിരുവനന്തപുരം ജില്ലയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് ഇപ്പം ആലപ്പുഴ ജില്ലയിലേക്കാണ് അപേക്ഷ കൊടുക്കേണ്ടതെങ്കിൽ ഇവിടെ ആലപ്പുഴ എന്ന് എഴുതുക. ഓക്കെ, ഇനി അടുത്തത് അപേക്ഷേൻ്റെ പൂർണ്ണമായ പേരും മേൽവിലാസവുമാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും. ഇപ്പം നിങ്ങളുടെ അഡ്രസ്സ്, നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിലുള്ള അഡ്രസ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾ എഴുതി കൊടുക്കുക. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതണം, ചെറുതാക്കി എഴുതി കൊടുക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾക്ക് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഫില്ല് ചെയ്യാം, എങ്ങനെയായാലും കുഴപ്പമില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു കോളം പോലും നിങ്ങൾ വെറുതെ ഇടാൻ പാടില്ല. ഇപ്പം ഇല്ലാത്ത ഒരു കോളമാണ് ആണെങ്കിൽ ബാധകമല്ല എന്നുള്ളത് നിർബന്ധമായി നിങ്ങൾ കൊടുക്കുക. അല്ലെങ്കിൽ നോ എന്നാണെങ്കിൽ നോ എന്ന് കൃത്യമായിട്ട് കൊടുക്കണം. ഇവിടെ ഉള്ള ഓരോ ഫീൽഡും നിങ്ങൾ പൂരിപ്പിച്ചിരിക്കണം. ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. പിന്നെ പറയുന്ന ഇമെയിൽ ID ആണ്. വാലിഡ് ആയിട്ടുള്ള നിങ്ങളിപ്പോൾ ഉപയോഗത്തിലുള്ള ഒരു ഇമെയിൽ ID കൊടുക്കുക. പിന്നെ ആധാർ നമ്പർ കൊടുക്കുക. പിന്നെ ജനനത്തീയതി ആദ്യം SSLC സർട്ടിഫിക്കറ്റ് നോക്കി കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ വയസ്സ്, ഓക്കെ, ഈ പറയുന്ന 1/7/2025 പൂർത്തിയാകുന്ന വയസ്സാണ് കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ ജെൻഡറാണ് കൊടുക്കേണ്ടത്. പിന്നെ ജാതി, മതം, കാസ്റ്റ്, റിലീജിയൻ അതെന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ അപേക്ഷകൻ പട്ടികജാതി പട്ടികവർഗ OBC വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണോ സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതാണ്. അപ്പം നിങ്ങളിപ്പോൾ പട്ടികജാതി പട്ടികവർഗം അല്ലെങ്കിൽ OBC ആണെങ്കിൽ അതിവിടെ കൊടുക്കുക. ഏതാണോ SC/ST ആണെങ്കിൽ അങ്ങനെ, അതല്ല OBC ആണെങ്കിൽ അങ്ങനെ, ഇത് രണ്ടും അല്ലെങ്കിൽ ബാധകമല്ല എന്നുള്ളത് കൂടെ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾ വെക്കണം. അപ്പം SC/ST ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്, OBC ആണെങ്കിൽ NCL നോൺ ക്രീമിലിയർ സർട്ടിഫിക്കറ്റ് ആണ് വെക്കേണ്ടത്. അത് നിങ്ങളുടെ നിങ്ങൾ തന്നെ അത് പേരെഴുതി സൈൻ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ എത്ര സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ വെക്കുന്നുണ്ടോ ഓരോ സർട്ടിഫിക്കറ്റിലും നിങ്ങളുടെ പേരുണ്ടാവണം, നിങ്ങളുടെ സൈൻ ഉണ്ടാവണം. ഓക്കെ, അതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും കോപ്പിയാണ് നമ്മൾ വെക്കേണ്ടത്. നമ്മൾ അപേക്ഷയോടൊപ്പം അയക്കേണ്ടത് എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും കോപ്പിയാണ്. ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോയാൽ മതി. ഓക്കെ,
ഇനി അടുത്തത് പറയുന്നത് അപേക്ഷകൻ വിമുക്ത ഭടനാണോ ആണെങ്കിൽ വിടുതൽ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതാണ്, അല്ലെങ്കിൽ ബാധകമല്ല എന്ന് കൊടുക്കുക. പിന്നെ അപേക്ഷകൻ സർവീസിലിരിക്കുന്ന ജവാന്റെ ഭാര്യ, മകൾ, മകനാണോ ആണെങ്കിൽ മിലിറ്ററി സർവീസ് അല്ലെങ്കിൽ ബന്ധം എന്നിവ രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തി സമർപ്പിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളവര് ബന്ധം തെളിയിക്കുന്നതിനായിട്ട് തഹസിൽദാരിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ജില്ലാ സൈനിക ബോർഡ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റോ സ്വയം സാക്ഷ്യപ്പെടുത്തിയാണ് നിങ്ങൾ, അതായത് പേരെഴുതി സൈൻ ചെയ്തിട്ടാണ് നിങ്ങൾ ആ ഒരു സർട്ടിഫിക്കറ്റാണ് വെക്കേണ്ടത്. അടുത്തത് അപേക്ഷകൻ വിമുക്ത ഭടന്റെ ഭാര്യ, മകൾ, മകനാണോ ആണെങ്കിൽ മിലിറ്ററി സർവീസ് അല്ലെങ്കിൽ ബന്ധം എന്നിവ രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് സ്വയം സാക്ഷ്യപ്പെടുത്തിയത്. അപ്പം ഈ പറയുന്ന വിഭാഗക്കാര് ഒന്നിൽ തഹസിൽദാരിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മിലിറ്ററി ഓഫീസറിൽ നിന്നുമുള്ള സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. ഇനി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗക്കാർ, അതായത് EWS വിഭാഗമാണ്. അപ്പം ആ വിഭാഗത്തിൽ വരുന്നവർ EWS സർട്ടിഫിക്കറ്റ് ആണ്, ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും, അതാണ് നിങ്ങൾ ഹാജരാക്കേണ്ടത് അല്ലെങ്കിൽ അയക്കേണ്ടത്. ഇനി അടുത്തത് അപേക്ഷകന്റെ മാതൃഭാഷയാണ്, മലയാളം കൊടുക്കുക. പിന്നെ വിദ്യാഭ്യാസ യോഗ്യത ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ തത്തുല്യം ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഹയർ സെക്കൻഡറി ആണെങ്കിൽ നിങ്ങൾ HSC എന്നുള്ളത് കൊടുക്കുക, അതിന് തത്തുല്യമായിട്ടുള്ളതാണെങ്കിൽ അത് കൊടുക്കുക. എന്താണോ നിങ്ങളുടെ ആ ഒരു വിദ്യാഭ്യാസ യോഗ്യത അത് കൊടുക്കുക. പിന്നെ യോഗ്യതാ പരീക്ഷയുടെ പേര്, അതും HSC ആണ്, ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ആണ്, അത് കൊടുക്കുക. പിന്നെ രജിസ്റ്റർ നമ്പർ, വിജയിച്ച വർഷവും 2025 ആണെങ്കിൽ അങ്ങനെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, +2 രജിസ്റ്റർ നമ്പർ, യോഗ്യതാ പരീക്ഷ വിജയിക്കാൻ എടുത്ത ചാൻസുകളുടെ എണ്ണം, സേ പരീക്ഷ ഉൾപ്പെടെയാണ് പറയുന്നത്. അപ്പം ഫസ്റ്റ് ടൈം പാസ്സായവരാണെങ്കിൽ 1 കൊടുക്കുക, അതല്ല ഇനിയും സേ പരീക്ഷയിൽ പാസ്സായവരാണെങ്കിൽ 2 കൊടുക്കണം. ഓക്കെ, ഒന്നിൽ കൂടുതലാണെങ്കിൽ എടുത്ത് പാസ്സായവരാണെങ്കിൽ 2 കൊടുക്കുക. മറ്റ് വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ ആയതിൻ്റെ വിവരം, അപ്പം നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാം. ഇപ്പം ഡിഗ്രിയോ അല്ലെങ്കിൽ PGയോ അങ്ങനെയുള്ള ഏതെങ്കിലും മറ്റ് ക്വാളിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതവിടെ കൊടുക്കുക. ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി, PG ആണെങ്കിൽ PG, മറ്റെന്തെങ്കിലും വിദ്യാഭ്യാസ യോഗ്യത ആണെങ്കിൽ അതല്ല, ഇതൊന്നും ഇല്ലെങ്കിൽ ബാധകമല്ല. ഓക്കെ, യോഗ്യതാ പരീക്ഷ +2 തത്തുല്യം നേടിയ മാർക്ക്, ഗ്രേഡ്. ഓക്കെ, അപ്പം നിങ്ങളുടെ +2 നിങ്ങൾക്ക് ലഭിച്ച മാർക്ക് നിങ്ങളവിടെ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. അപ്പോൾ ഇവിടെ വിഷയങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഓരോ സബ്ജക്ട്സ് എഴുതുക, അതിൻ്റെ മാർക്ക് അല്ലെങ്കിൽ ഗ്രേഡ് നിങ്ങൾ എഴുതി കൊടുക്കുക. പിന്നെ ടോട്ടൽ എത്രയാണെന്ന് വെച്ചാൽ അതും കൂടെ നിങ്ങളവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, പിന്നെ മാർക്കിൻ്റെ ശതമാനം, ഗ്രേഡ്, മാർക്കിൻ്റെ എത്ര % ആണെന്നുള്ളത് നിങ്ങളവിടെ എഴുതി കൊടുക്കുക. പിന്നെ പരീക്ഷാ ബോർഡ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ പേര്, പരീക്ഷാ ബോർഡ് എന്ന് പറയുമ്പോൾ HSC ആണ് +2കാർക്ക്. പിന്നെ യൂണിവേഴ്സിറ്റി വൈസ് ഒക്കെയാണ് പാസ്സായതെങ്കിൽ നിങ്ങൾ ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് എഴുതി കൊടുക്കുക. അപേക്ഷകൻ ഭിന്നശേഷിക്കാരനാണോ മെഡിക്കൽ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് സ്വയം സാക്ഷ്യപ്പെടുത്തി ഹാജരാക്കേണ്ടതാണ്. അപ്പം ഈ ഒരു PWD വിഭാഗത്തിൽ വരുന്നവരാണെങ്കിൽ അതിൻ്റെ മെഡിക്കൽ ഓഫീസറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് കൂടെ നിങ്ങൾ ഹാജരാക്കണം. പിന്നെ അപേക്ഷകൻ NCC കേഡറ്റ് ആണ്. അപ്പം NCC, NSS, അതുപോലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ഇങ്ങനെയുള്ളവർക്ക് 10% ബോണസ് മാർക്ക് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ശ്രദ്ധിക്കുക. NCC ആണെങ്കിൽ നിങ്ങൾ NCC ഡയറക്ടറേറ്റിൽ നിന്നും ഉള്ള സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ ഹാജരാക്കേണ്ടത്. അതുപോലെ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് രാജ്യപുരസ്കാർ അല്ലെങ്കിൽ രാഷ്ട്രപതി പുരസ്കാർ നേടിയിട്ടുള്ളവർക്കാണ് വെയിറ്റേജ് പോയിന്റ് കിട്ടുന്നത്. പിന്നെ NSS ആണെങ്കിൽ നാഷണൽ ക്യാമ്പിലോ റിപ്പബ്ലിക് ദിന ക്യാമ്പിലോ പങ്കെടുത്തിട്ടുള്ള NSS കാൻഡിഡേറ്റ്സിനാണ് എന്താണ് ഇവിടെ വെയിറ്റേജ് മാർക്സ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനിയും പലർക്കും വരാവുന്ന ഒരു സംശയമായിരിക്കും, 10ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലൊക്കെ ഈ ഒരു വിഭാഗത്തിൽ ഉണ്ടായിരുന്നവരാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് വെക്കാവുന്നുള്ളത്. നമ്മളിത് +2 ലെവൽ ആയതുകൊണ്ട് തന്നെ ഇത് +2 ലെവൽ സർട്ടിഫിക്കറ്റുകൾക്കാണ് വാലിഡിറ്റി, അങ്ങനെയുള്ളവർക്കാണ് വെയിറ്റേജ് മാർക്സ് കിട്ടുന്നത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ 10ാം ക്ലാസ്സിൻ്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. ഓക്കെ, അപ്പം അതൊന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതത് ജില്ലയിലെ DD ഓഫീസിലൊന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ വെക്കുക. കാരണം ഇപ്പം ഈ ഒരു +2 ലെവലൊക്കെ വേണ്ടത്ര കുട്ടികളില്ലെങ്കിൽ, കാൻഡിഡേറ്റ്സ് അവൈലബിൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു 10ാം ക്ലാസ്സിനെ വേണമെങ്കിൽ പരിഗണിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങൾ DD ഓഫീസിൽ വിളിച്ചിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ 10ാം ക്ലാസ്സിലെയൊക്കെ സർട്ടിഫിക്കറ്റ് വെക്കാവൂ. മെയിനായിട്ടും +2 സർട്ടിഫിക്കറ്റ് തന്നെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഇത് പലർക്കും സംശയം വരാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനകത്ത് പറയുന്നത്. അപ്പം അതിനായിട്ട് 10ലെയോ അല്ലെങ്കിൽ 9ലെയോ ഒക്കെ വെക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ DD ഓഫീസിൽ കോൺടാക്ട് ചെയ്തിട്ട് അവരെന്താണോ പറയുന്നത് അതനുസരിച്ചിട്ട് ചെയ്യാവും. +2 ലെവൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർ ഈ പറഞ്ഞ കാറ്റഗറിയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ വരുന്നവരാണ് വെക്കേണ്ടത്. അങ്ങനെയുള്ളവർക്കാണ് ബോണസ് പോയിന്റ്സ് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. പിന്നെ അപേക്ഷകൻ കലാ കായിക മത്സരങ്ങളിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ ആയതിൻ്റെ വിവരങ്ങൾ, ഇപ്പോൾ ദേശീയ തലമാണോ സംസ്ഥാന തലമാണോ ജില്ലാ തലമാണോ ഉപജില്ലാ തലമാണോ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളത് ടിക്ക് കൊടുക്കുക.
പിന്നെ അതിൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റിൽ നിങ്ങളുടെ പേരെഴുതി സൈൻ ചെയ്യണം. സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പാണ് വെക്കേണ്ടത്, കോപ്പിയാണ് വെക്കേണ്ടത്. അപേക്ഷ നമ്മൾ നേരത്തെ പറഞ്ഞത് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ, അപ്പം രാഷ്ട്രപതി അല്ലെങ്കിൽ രാജ്യ പുരസ്കാരം നേടിയവർക്കാണ്. പിന്നെ അപേക്ഷ സ്പോർട്സ് കോട്ട അല്ലെങ്കിൽ സ്പോർട്സ് കൗൺസിൽ ഉൾപ്പെട്ടതാണോ, ആണെന്നുണ്ടെങ്കിൽ അവിടെ ആണെന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് കൊടുക്കുക. അപേക്ഷകൻ NCC NSS വോളണ്ടിയർ ആണെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ അവിടെ കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും എടുത്ത് പറയാത്തത്. അപേക്ഷാ ഫീസിനെ സംബന്ധിച്ച വിവരങ്ങൾ: ചെലാൻ അടയ്ക്കുന്നവർ ഒടുക്കിയ ഫീസ്, ചെലാൻ തീയതി, നമ്പർ, ട്രഷറിയുടെ പേര് എന്നിവ രേഖപ്പെടുത്തേണ്ടതാണ്. കോഡ് ഫീസ് സ്റ്റാമ്പ് പതിക്കുന്നവർ 5 രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പ് പതിക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങളിവിടെ കോഡ് ഫീസ് സ്റ്റാമ്പ് ആണെങ്കിൽ നിങ്ങളിവിടെ കോഡ് ഫീസ് സ്റ്റാമ്പ് എന്ന് എഴുതി കൊടുത്തേക്കുക. അതല്ല ഈ പറഞ്ഞ പോലെ ചെലാൻ ആണെങ്കിൽ ഇവിടെ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത് ഒടുക്കിയ ഫീസ് എത്ര രൂപയാണ്, 5 രൂപയാണ്, 5 രൂപയുടെ ഫീസ് 5 രൂപ എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ചെലാൻ തീയതി, ആ ഒരു റെസിപ്റ്റിൽ നിങ്ങൾ എന്നാണെന്നുള്ള ആ ഒരു തീയതി കാണും, ഡേറ്റ് കാണും, അത് കൊടുക്കുക. പിന്നെ നമ്പർ, അതിലൊരു നമ്പർ ഉണ്ടാവും അത്. പിന്നെ ട്രഷറിയുടെ പേര്, ഏത് ട്രഷറിയിലാണോ നിങ്ങൾ കൊടുത്ത ആ ഒരു ട്രഷറി ഏതാണെന്ന് വെച്ചാൽ ആ ഒരു സ്ഥലം, ആ ഒരു പേര് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങളവിടെ എഴുതി കൊടുക്കേണ്ടത്. ഇനി അടുത്തത്, പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന സ്ഥാപനത്തിൻ്റെ പേര്, സ്ഥാപനങ്ങളുടെ ലിസ്റ്റ് അനുബന്ധമായി ചേർത്തിട്ടുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഏതൊക്കെ കോളേജുകളിലേക്കാണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതാണ് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് ഇവിടെ കോളേജ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഓരോ ജില്ലയിലും എത്ര കോളേജുകളുണ്ട്, അതിൻ്റെ സീറ്റ് എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരം ജില്ലയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന മൊത്തം 8 കോളേജുകളാണ്. 8 കോളേജുകൾ നിങ്ങൾക്ക് അവിടെ എഴുതി കൊടുക്കാം. ഇവിടെ 5 വരെ നമ്പർ ഉള്ളൂ, എങ്കിൽ നിങ്ങൾക്ക് 6, 7, 8 എന്ന് പറഞ്ഞ് താഴോട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് സ്പേസ് അനുസരിച്ചിട്ട് കുറച്ച് ഒതുക്കി എഴുതി കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് മൊത്തം കോളേജുകളും എഴുതി കൊടുക്കാവുന്നതാണ്. ഓക്കെ, അങ്ങനെ ഏത് ജില്ലയാണോ നിങ്ങൾ അപേക്ഷിക്കുന്ന ആ ജില്ലയിലെ കോളേജുകൾ, നിങ്ങൾക്ക് വേണ്ട കോളേജുകൾ എഴുതി കൊടുത്താൽ മതി. ഇനി അതല്ല മൊത്തം കോളേജുകൾ എഴുതണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും കൊടുക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടെ എയ്ഡഡ് ഏതാണ്, ഗവൺമെൻറ് എയ്ഡഡ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ട എയ്ഡഡ് മൈനോറിറ്റി എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എയ്ഡഡ് മൈനോറിറ്റിയിലേക്ക് അപേക്ഷിക്കുന്നവരാണെങ്കിൽ ഇപ്പം SHTTI മൈലപ്പറ, പത്തനംതിട്ട, ഇപ്പോൾ ആ ഒരു കോളേജിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു കോളേജിൽ ആദ്യം കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു കോളേജിൽ പോയിട്ട് എന്ത് ചെയ്യണം, അവിടുന്ന് ഫോം മേടിക്കുക. ഫോം മേടിച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് അവിടെ കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയാണ് എയ്ഡഡ് മൈനോറിറ്റിയിലേക്ക് അപേക്ഷിക്കുന്നവർ കൊടുക്കേണ്ടത്. ആ ഒരു ഫോമിൻ്റെ കോപ്പി നിങ്ങൾ ഈ ഒരു പത്തനംതിട്ട DD ഓഫീസിലേക്ക് കൂടി നിങ്ങൾ അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് എയ്ഡഡ് മൈനോറിറ്റിയിലേക്ക് അപേക്ഷിക്കുന്നവർ കൊടുക്കേണ്ടത്. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് പറയുന്ന ഉള്ളടക്കത്തിൻ്റെ ലിസ്റ്റ്. ഉള്ളടക്കത്തിൻ്റെ ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണോ ഇതോടൊപ്പം അയക്കുന്നത് ആ സർട്ടിഫിക്കറ്റുകൾ എഴുതുക. SSLC, +2, പിന്നെ നിങ്ങളുടെ റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ, ഇപ്പം SC/ST ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, OBC ആണെങ്കിൽ NCL സർട്ടിഫിക്കറ്റ്, പിന്നെ മറ്റേ ജവാന്മാരുടെ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അത്, NCC NSS ഇങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ വെക്കുന്നുണ്ടെങ്കിൽ അത്, ഇങ്ങനെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങളുടെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് ഉള്ളടക്കത്തിൻ്റെ ലിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ കോഡ് ഫീസ് സ്റ്റാമ്പ് ഒട്ടിക്കേണ്ടവരാണെങ്കിൽ ഇവിടെയാണ് ഒട്ടിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്റ്റാമ്പ് ഒട്ടിക്കാം, 1 രൂപയുടെ 5 സ്റ്റാമ്പ് ഒട്ടിക്കാം. അപ്പോൾ ഇവിടെ ഇനി ഒരു ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം ഇവിടെ നിങ്ങളുടെ ഒപ്പിട്ട് കൊടുക്കുക, പിന്നെ സ്ഥലം, തീയതി, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതി കൊടുക്കുക. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഇങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പറഞ്ഞ താഴെയായിട്ട് കോളേജ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. കോളേജ് ലിസ്റ്റ് നിങ്ങൾ നോക്കുക. ഓക്കെ, എത്ര സീറ്റ് ഉണ്ടെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സീറ്റിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ഇപ്പം ഫസ്റ്റ് കോളേജ് നോക്കുക, 40 സീറ്റാണ് വരുന്നത്. ഈ 40 സീറ്റിലാണ് 40 സീറ്റിൽ 40% സീറ്റ് സയൻസിന്, ഹ്യൂമാനിറ്റീസിന്, 20% കൊമേഴ്സിന്. അപ്പോൾ എത്ര സീറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്രയൊക്കെ സീറ്റുകളെ ഗവൺമെൻറ് കോളേജുകളിലൊക്കെ ഉണ്ടാവുള്ളൂ. അതിലേക്കാണ് അഡ്മിഷൻസ് നടക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മറ്റു വീഡിയോ, ഇതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ഒക്കെയുള്ള വീഡിയോ നമ്മൾ അടുത്ത് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത് ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഓരോ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെയും അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത്, ഓരോ ജില്ലയുടെയും. ഫസ്റ്റ് തിരുവനന്തപുരം, അവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അപേക്ഷ അയക്കുമ്പോൾ നിങ്ങൾ അപേക്ഷ എല്ലാം പൂരിപ്പിച്ച് നിങ്ങൾ കവറിലിട്ടു. എന്നിട്ട് ഇപ്പം തിരുവനന്തപുരം ജില്ലയിലേക്ക് അപേക്ഷിക്കുന്നവരാണെങ്കിൽ ഈ ഒരു അഡ്രസ്സാണ് അതിൻ്റെ മുകളിൽ എഴുതി കൊടുക്കേണ്ടത്. ഇത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസ് തിരുവനന്തപുരം, പിന്നെ ഇത്രയും കാര്യങ്ങളാണ് അവിടെ എഴുതി കൊടുക്കേണ്ടത്. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ അയക്കേണ്ടത്. ഓക്കെ, ഏത് ജില്ലയിലേക്കാണോ അത് ആ ഒരു ജില്ലയുടെ അഡ്രസ്സ് എഴുതി കൊടുത്തിട്ട് നിങ്ങൾ പോസ്റ്റലായിട്ട് അയക്കുക, അല്ലെങ്കിൽ നേരിട്ട് കൊണ്ട് കൊടുക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഗവൺമെൻറ് എയ്ഡഡിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ എല്ലാവർക്കും ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സെൽഫ് ഫിനാൻസിൻ്റെ ഉടനെ തന്നെ ചെയ്യാം, അതുപോലെ തന്നെ ലാംഗ്വേജ് കോഴ്സിൻ്റെ ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.